ഇന്നൊരു കുട്ടി യാത്രാ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ പിള്ളേരെ രണ്ടുപേരെയും കുളിപ്പിച്ച് ഒരുക്കി കുഞ്ഞുമാവനെ ഉറക്കി കേട്ടോ. അമ്പാടി ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അമ്പാടിക്ക് ഉറക്കം വന്ന് തൂങ്ങിയാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഞാനും എന്നാൽ പോയി റെഡിയാകാമെന്നൊക്കെ വെച്ചപ്പോൾ അവൻ പിന്നെ വഴക്കുണ്ടാക്കിയിട്ട് പിന്നെ അവനെ എടുത്ത് തോളയിൽ കിടത്തി കേട്ടോ. ഒന്നേ ഉറങ്ങട്ടെ എന്ന് കരുതി 12 മണിയാകുമ്പോഴത്തേക്കും ഞാൻ വരാമെന്ന് പറഞ്ഞാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ സമയം ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും സമയമായി. പിന്നെ ഞാൻ എന്നാൽ പിള്ളേരെ ഉറക്കമൊക്കെ കഴിയട്ടെ, അല്ലെങ്കിൽ പിന്നെ വഴക്കും അലമ്പും ഒക്കെ ആയിരിക്കും. ഞാൻ തന്നെയുള്ളൂ കേട്ടോ, വേറെ ആരുമില്ല. എൻ്റെ കൂട്ടുകാരി ഉണ്ടാകും, അവിടം വരെ ചെല്ലണ്ടേ. അപ്പോൾ ഇവർ രണ്ടുപേരും ഞാൻ ആദ്യമായിട്ടാണ് 2 പിള്ളേരെ ആയിട്ട് ഒറ്റയ്ക്ക് പുറത്തിറങ്ങണേ കേട്ടോ. ചേട്ടനും അനിയനും ഒന്നും ഇല്ലാണ്ട് ഞാൻ ഇതുവരെ പുറത്തോട്ടൊന്നും പോയിട്ടില്ല. ഒന്നുമില്ലെങ്കിൽ ആരെങ്കിലും കൂടെ ഉണ്ടാവും പിള്ളേരെ കൊണ്ട് പോകുമ്പോഴത്തേക്കും. ഇന്ന് 2 പേർക്കും വർക്കുള്ള ദിവസമായതുകൊണ്ട് 2 പേരും പോയിട്ടോ. പിന്നെ ഞാനാണെങ്കിൽ അമ്പാടി 1 മണി കഴിഞ്ഞിട്ട് 1:30 ആയിട്ടും എണീറ്റില്ല കേട്ടോ. പിന്നെയാണെങ്കിൽ വാവേ യാത്ര പോകാൻ ടാറ്റ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുവിധം പിടിച്ച് എഴുന്നേൽപ്പിച്ചു കേട്ടോ. അവൻ്റെ മുഖത്ത് ഉറക്കക്ഷീണൊക്കെ ഉണ്ട്. പിന്നെ ഞാനാണെങ്കിൽ വേഗം ഒരു ഓട്ടോയൊക്കെ വിളിച്ച് ഒരുങ്ങി റെഡിയായിട്ട് അവളുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഞാൻ മുന്നേ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ടുള്ള ഒരു ബർത്ത്ഡേ വ്ളോഗും പിന്നെ വെറുതെ പോയൊരു വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ യൂട്യൂബിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓട്ടോയൊക്കെ വിളിച്ച് പോവുകയാണ്. അവളുടെ അനിയത്തിനെ കാണാനാണ് കേട്ടോ പോകുന്നത്. ആൾക്ക് വയ്യാത്തതാണ് കേട്ടോ. ആളെ ഒരു അതിൻ്റെ പേര് ഞാൻ മറന്നു പോയിട്ടോ. അവിടെ ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്ററിൻ്റെ മഠത്തിൽ നിർത്തിയേക്കുവാണ് കേട്ടോ. അവിടെ കുറച്ച് പേരുണ്ട്, 10-21 പേരുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഈ ഒരു പാലം കടന്നാണ് നമുക്ക് പോകേണ്ടത്. ഈ ഒരു പാലം കടന്ന് അക്കരെ കടന്നതിന് ശേഷം പിന്നെ കുറച്ചങ്ങ് നടക്കാനുള്ള ദൂരം കേട്ടോ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് പുറത്തിങ്ങനെ പിള്ളേരെയായിട്ട് ഒറ്റയ്ക്ക് ഇറങ്ങുന്നത് കേട്ടോ. അതിൻ്റെ ഒരു ടെൻഷനും ബുദ്ധിമുട്ടും പേടിയൊക്കെ ഉണ്ട്. കാരണം എനിക്ക് ഒരുപാട് നേരം അങ്ങനെ പിള്ളേരെ എടുത്തുകൊണ്ടൊക്കെ നടക്കൽ പാടാണ് കേട്ടോ. ഇനിയിപ്പം അമ്പാടി വഴക്കുണ്ടാക്കി എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ഉള്ളൊരു ഭയങ്കര ടെൻഷനുണ്ട്. പിന്നെ അവൾ പിന്നെ കുഞ്ഞുകുട്ടിനെ എടുത്തോളാമെന്ന് പറഞ്ഞു കേട്ടോ. അമ്പാടിനെ മാത്രം പിന്നെ ഞാൻ എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അല്ലെങ്കിൽ ഞാൻ പോകത്തുമില്ല കേട്ടോ. 2 പേരെ കൊണ്ടൊക്കെ പോകൽ ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. അങ്ങനെ പിന്നെ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. പിന്നെ ഞാനാണെങ്കിൽ ഫോണിങ്ങനെ കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഓട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഇളകുകയും കട്ടറി ചാടുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അമ്പാടി വീഴും കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഫോൺ എൻ്റെ ബാഗിൽ ചാരി വെച്ചേക്കുവാണ് കേട്ടോ. അങ്ങനെ പിന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്ന് പിന്നെ അതേ നേരെ വീട്ടിൽ വന്നു കേട്ടോ. വന്ന ഉടനെ ഞാനിവിടെ സ്റ്റെപ്പേലാണ് കേട്ടോ ഇരിക്കുന്നതിനകത്തേട്ട് കയറിയില്ല. കാരണം ഞാൻ വിഷമിച്ച് അവിടെ നിന്നുള്ള ഒരുക്കവും പിന്നെ പിള്ളേരുടെ വാശിയും ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒറ്റയ്ക്കല്ലേ 2 പേരെയും കൊണ്ട് വരുന്നത്. അങ്ങനെ പിന്നെ ഞാൻ ഒന്നും കഴിച്ചില്ല കേട്ടോ. ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു വീട്ടിൽ നിന്ന്. എന്നിട്ട് ഇവിടെ വന്ന് വിശന്നാകെ കൂറ കുത്തിപ്പോയി, നാശമായിപ്പോയി, ദാഹിക്കുന്നുണ്ട്, വിശക്കുന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. ബാഗിനകത്തുണ്ട് വെള്ളമൊക്കെ. അപ്പോൾ അവിടെ നിന്ന് ആ ഫുഡ് കഴിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് ചോറ് വേണ്ട കേട്ടോ. കാരണം എനിക്കങ്ങനെ ചോറിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അവളെനിക്ക് ഉപ്പുമാവ് കൊണ്ട് തന്നു കേട്ടോ. അപ്പോൾ ഞാൻ അമ്പാടിയോട് ചോദിച്ചു. അമ്പാടി കഴിക്കും, ഉപ്പുമാവും പഴമൊക്കെ കഴിക്കണതാണ് കേട്ടോ. പക്ഷെ അവന് ഇപ്പോൾ ഞാൻ കൊടുത്തിട്ട് അവന് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുഖം മാറ്റിയിട്ടോ. അവനൊന്നും കഴിച്ചിട്ടില്ല. ബിസ്ക്കറ്റൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. പക്ഷേ വേറെ അങ്ങനെയൊന്നും കഴിച്ചില്ല കേട്ടോ ആൾ. അതുകൊണ്ട് പിന്നെ ഞാൻ കുറേ നേരം അങ്ങനെ നിർബന്ധിച്ച് ആൾക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾക്ക് 2 മണി കഴിയുമ്പോൾ ഇറങ്ങണം കേട്ടോ. പക്ഷേങ്കിൽ ഞാൻ താമസിച്ചുകൊണ്ട് അവളും അങ്ങനെ പിന്നെ കുളിക്കാനും ഓരോ പണികളൊക്കെ ചെയ്യാനും ഒക്കെ അങ്ങനെ താമസിച്ചത് കൊണ്ട് ഞങ്ങളൊരു 2:30 ആയപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ അവളുടെ പിള്ളേർ ഇതിലെ ഓടി നടപ്പുണ്ട് കേട്ടോ. ട്വിൻസാണ്. അപ്പം അവരിതിരെ കളിച്ചൊക്കെ നടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അമ്പാടി ഞാൻ പറയുമായിരുന്നു എങ്കിൽ ഫുഡ് വേണ്ടെങ്കിൽ അവരുടെ കൂടെ പോയി കളിക്കാൻ ഞാൻ പറയുമായിരുന്നു കേട്ടോ. കാരണം അല്ലെങ്കിൽ പിന്നെ ആ കട്ടിലിൻ്റെ അവിടെ സൈഡിൽ അവൾ വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മറിച്ച് കട്ടിലേ ഒഴിക്കും കേട്ടോ. ഞാൻ കട്ടിലേലാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ എനിക്കാണെങ്കിൽ അങ്ങനെ റൂമിലങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമില്ല. എനിക്കിങ്ങനെ വെളിയിലൊക്കെ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എങ്കിൽ അമ്പാടി ഓടി നടന്നിട്ട് അമ്പാടിയുടെ മേലും ആ ഉടുപ്പും നിക്കറും എല്ലാം ആകെ മണ്ണും ചെളിയാക്കും കേട്ടോ. അങ്ങനെ പിന്നെ അവൾ വന്നിട്ട് വാവേനെ കുറേ നേരം എടുത്തുകൊണ്ട് നടക്കുവാണ് കേട്ടോ. വാവ കരച്ചിലായിരുന്നു. വാവയ്ക്ക് ഇങ്ങനെ വീട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കരച്ചിലും ബഹളവുമാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ അവളോട് പറഞ്ഞു കുറച്ച് നേരം എടുത്തുകൊണ്ട് നടക്കാൻ പറഞ്ഞിട്ട് അവളുടെ കൊടുത്തു കേട്ടോ. അങ്ങനെ ഇവിടുത്തെ അവളുടെ വാവമാർക്ക് 2 പേർക്കും അവളുടെ ഹസ്ബൻഡ് കഞ്ഞി കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ അമ്പാടിക്ക് വേണമെന്ന് ചോദിച്ചിട്ട് അമ്പാടിക്ക് വേണ്ട. പിന്നെ 1-2 വായിക്കൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ അത് ഇവിടെ കിടന്ന് ഭയങ്കര കളിയും മേളമൊക്കെയാണ്. എന്നിട്ട് പിന്നെ അവൾ 3 പേർക്കും കൂടെ കൊടുക്കുവാണ് കേട്ടോ. കുറേശ്ശെ അവനെന്തായാലും മേടിച്ചൊന്നുമില്ല. ഒരു വിധമൊക്കെ ഈ പിള്ളേർക്ക് ഭയങ്കര മടിയാട്ടോ. അവളുടെ പിള്ളേർക്ക് 2 പേർക്കും അമ്പാടിക്കും ഒക്കെ പലഹാരം മതി, ബിസ്ക്കറ്റ് മതി, വേറെ ഫുഡൊന്നും കഴിക്കത്തില്ല കേട്ടോ. അങ്ങനെ പിന്നെ അവളിത് ഒരുവിധം ഗുസ്തി പിടിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അത് പിന്നെ അവളുടെ ഹസ്ബൻഡിനെ കൊണ്ട് കൊടുത്ത് ചോറ് കഞ്ഞിയായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അത് കൊടുത്തു വെച്ചാൽ പോകാൻ സമയമായതുകൊണ്ട് ബാക്കി ആ ചേട്ടൻ നോക്കിക്കോളും.
എന്നിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വേഗം ഇറങ്ങാനുള്ള ഇതിലാണ് കേട്ടോ. അതേ കുഞ്ഞുവാവ് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പം ഞാൻ കുറുക്കൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ വെച്ച് കൊടുത്തില്ല. ഞാൻ വീട്ടിൽ നിന്ന് കൊടുത്തതിനൊക്കെ ശേഷമാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഒരുപാട് തെരുതെരയും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആൾ ചിലപ്പോൾ വൊമിറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് അവളുടെ അച്ഛൻ ഉച്ച വരെ ആയിരുന്നു ജോലി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടിട്ട് അങ്ങനെ പിന്നെ പോയിട്ടൊക്കെ വന്നു. എന്നിട്ട് അമ്പാടിയിൽ ഞാൻ പറയുമായിരുന്നു പോയി അപ്പയുടെ മിണ്ടെന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. ഇങ്ങനെ മുതിർന്നവരെയൊക്കെ നമ്മൾ അവനോട് പറഞ്ഞു കൊടുത്താൽ ഇന്ന ആളാന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ അങ്ങനെയാണ് വിളിക്കാവുള്ളെന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ അവൻ പിന്നെ മനസ്സിലാകും കേട്ടോ. അപ്പോൾ അവൻ്റെ ആളുടെ മടിയിലൊക്കെ പോയിരുന്നു. അപ്പം ആ ചേട്ടൻ പറയുമായിരുന്നു ഇവിടുത്തെ പിള്ളേരൊന്നും എൻ്റെ അടുത്ത് അങ്ങനെ വരാറില്ലെന്നൊക്കെ അങ്ങനെ പറഞ്ഞ് സംസാരിച്ചൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി, കാരണം ഒരുപാട് സമയം പോയി. പിന്നെ ഞങ്ങൾ ഓട്ടോ വിളിച്ച് തലയോലപ്പറമ്പിന് പോകാമെന്ന് കരുതി കേട്ടോ. അവിടുന്ന് ബസ്സിന് പോകാമല്ലോ, കാരണം അവൾക്ക് അവിടെ ചെറിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അനിയത്തി കൊച്ചിന് കൊടുക്കാൻ വേണ്ടി കുറച്ച് സോപ്പ്, എണ്ണ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ളത് കൊണ്ട് ഞങ്ങൾ പിന്നെ ഓട്ടോ വിളിച്ച് വന്നു. കാരണം അവിടെയും ബസ് നോക്കി ഒരുപാട് നേരം നിൽക്കേണ്ടി വരും കേട്ടോ. ഒത്തിരി നേരം നിൽക്കണം. ഒന്നാമത് ബസ് കുറവാണ് കേട്ടോ. അതുകൊണ്ട് ഉച്ച സമയത്തൊക്കെ ബസ്സൊക്കെ കുറവായതുകൊണ്ട് പിള്ളേരും കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര പാടാണ്. പിന്നെ ഞങ്ങൾ സ്റ്റാൻഡിൽ ചെന്നിറങ്ങിയിട്ട് നേരെ കടയിൽ കയറി കേട്ടോ. ഇവിടെ ഒരു ഇത് ബിഗ് ബസാർ എന്ന് പറയുന്ന കടയാണ് കേട്ടോ. അതൊക്കെ അതായത് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇങ്ങനെ എല്ലാത്തിനും റേറ്റ് കുറവാണ് കേട്ടോ. അപ്പോൾ അവൾ ഇവിടെ നിന്നാണ് മേടിക്കാറ്. ഞാൻ നേരത്തെ ഇവിടെ നിന്നാണ് കേട്ടോ മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ തലയോലപ്പറമ്പ് സ്റ്റാൻഡ്. ഞാൻ ഒരുപാട് നാളുകൾ കൂടിയാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഏകദേശം ഒരു 1.5 വർഷത്തോളമായെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ വേഗം വണ്ടി കയറിയതേ അവളുടെ അനിയത്തിൻ്റെ അടുത്ത് ചെന്നു കേട്ടോ. ഇതാണ് അവളുടെ അനിയത്തി. അപ്പോൾ ഞാനൊരു ഹായ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആളങ്ങനെ ഹായ് തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വയ്യാത്ത ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ. അവൾ മാത്രമാണ് പ്രായം കുറഞ്ഞത്. ബാക്കി എല്ലാവർക്കും പ്രായമുള്ളതാണ് കേട്ടോ. 10-21 പേരുണ്ടെന്ന് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നടക്കാനുള്ള സമയമാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഇങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മിറ്റം വഴിയൊക്കെ നടക്കും കേട്ടോ. ഗേറ്റൊക്കെ പൂട്ടിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇവരാരെങ്കിലുമൊക്കെ ഇറങ്ങി പോകും, പിന്നെ അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് നേരം അധികം അവിടെ നിൽക്കണമെന്നുണ്ട് കേട്ടോ കൊണ്ടായിരുന്നു കേട്ടോ അവളുടെ അടുത്ത്. കാരണം കുറേ ഞാൻ ആദ്യമായിട്ട് പോകുന്നതാണ് കേട്ടോ. ഇങ്ങനെ അവളെ അവിടെ കൊണ്ടാക്കിയെന്നൊക്കെ ഇവിടെ ചിപ്പി പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ ഇവളുടെ പേര് ഖുഷ്ബു എന്നാണ് കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി ഞങ്ങളൊക്കെ ചെന്നപ്പോഴത്തേക്കും. ഇപ്പോഴേ അമ്പാടി ഭയങ്കര കരച്ചിൽ, കാരണം അവരെയൊക്കെ കണ്ടപ്പോഴത്തേക്കും എന്തോ ഇങ്ങനെ മേലാത്തൊക്കെ ചേച്ചിമാരല്ലേ, അപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര കരച്ചിൽ കേട്ടോ. പിന്നെ അവിടുത്തെ സിസ്റ്റർ 2 മിഠായിയൊക്കെ കൊടുത്തു. അതൊക്കെ കൈ പിടിച്ചുകൊണ്ടൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ സിസ്റ്റർ. നല്ല സ്നേഹമുള്ള സിസ്റ്ററാണ് കേട്ടോ. ഒരാളേ ഉള്ളൂ ഇവിടെ. പിന്നെ വേറെ ഇവിടെ നോക്കുന്ന തൂത്തുവാരാനും ഫുഡ് ഉണ്ടാക്കാനും ഒക്കെ 1-2 ചേച്ചിമാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അവളോട് യാത്രയൊക്കെ പറഞ്ഞു കേട്ടോ. ഞങ്ങൾ പോയേക്കുവാടി, ഇനി പിന്നെ ഒരു ദിവസം വരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ കരയുമായിരുന്നു കേട്ടോ. ആൾക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഞാൻ ഇവളെ കാണുന്നത് ഒത്തിരി വർഷം കൂടിയാണ്. കാരണം ഇവള് 1-ലോ 2-ലോ അങ്ങോട്ട് പഠിക്കുമ്പോഴാണ് ഞാനിവിടെ കണ്ടേക്കണത് ലാസ്റ്റായിട്ട്. അതിന് ശേഷം ഇന്ന് ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എനിക്കിപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 12 വർഷം കഴിഞ്ഞ് ഇത്രയും വർഷത്തിനിടയ്ക്കാണ് ഞാനിപ്പോൾ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ പിന്നെ അവളോട് ടാറ്റയൊക്കെ പറഞ്ഞ് പിന്നെ നേരെ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ അമ്പാടി താഴെ നിൽപ്പുണ്ട് കേട്ടോ. എൻ്റെ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. റോഡ് സൈഡിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. ബസ് കയറാൻ നിൽക്കുവാണ്. അപ്പോൾ അതേ ആളിതിലേക്ക് നടപ്പുണ്ട് കേട്ടോ. അപ്പോൾ സ്കൂൾ വിടുന്ന സമയം കേട്ടോ. അവിടെ 5 മണി വരെയാണ് ഇങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അവർ തിരിച്ചു വിടും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നു. നേരെ ബസ് കയറി ഞങ്ങൾ ഒരു 1/4 മണിക്കൂറോളം നിന്ന് കേട്ടോ ബസ് സ്റ്റോപ്പിൽ. അതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബസ് കയറി പോകുന്നത്. അപ്പം അമ്പാടി താഴെ ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. അമ്പാടിക്ക് എന്ത് ചെയ്താൽ അമ്പാടിയുടെ മടി ഇരിക്കത്തില്ല. അമ്പാടിക്ക് വീട്ടിൽ പോകണമെന്നാണ് പറയണേ. ഞാൻ പറഞ്ഞു ബസ് നിർത്തട്ടെ, എന്നിട്ട് ഇറങ്ങാം. അപ്പോൾ ഓരോ സ്റ്റോപ്പ് നിർത്തും തോറും അവൻ വഴക്ക് കൂടി വരും കേട്ടോ. ലാസ്റ്റ് പിന്നെ അവനാണെങ്കിൽ ആ തറയിൽ ഇരുന്ന് ബസ്സിൻ്റെ താഴെയായിട്ട് ഇരുന്ന് കേട്ടോ. പിന്നെ ഒരുവിധ സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആകെ തളർന്ന് ഛർദ്ദിക്കാനൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ അവളെ നാരങ്ങാവെള്ളമൊക്കെ മേടിച്ച് തന്നു കേട്ടോ. ചായ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചായ വേണ്ട, കാരണം ഞാൻ ചായ കുടിച്ചാൽ ചിലപ്പോൾ ഒന്നുകൂടി ഛർദ്ദിക്കും. അതുകൊണ്ട് ഞാൻ നാരങ്ങ വെള്ളം മതി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നാരങ്ങ വെള്ളം മേടിച്ച് തന്നു. അവൾ ചായയാണ് കേട്ടോ കുടിക്കുന്നത്. നാരങ്ങ വെള്ളം പത്തിരിയാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഫോണിങ്ങനെ കൈ പിടിച്ച് മടുത്ത് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഫോൺ അവിടെ ബാഗിൽ ചാരി വെച്ചേക്കുവാണ് കേട്ടോ. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്കും ചെറിയ വാവ എഴുന്നേറ്റ് കിടക്കുവാണ്. ഉറങ്ങുമായിരുന്നു. എഴുന്നേറ്റ് കിടന്ന് മുക്കും മൂളും ഒക്കെ നടത്തുവാണ് കേട്ടോ. അതിൻ്റെയാണ് സൗണ്ട്. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോ വിളിച്ചത്, കാരണം ഞാൻ ടയേർഡായി. ഞാൻ യാത്ര ചെയ്യാറില്ല, ബസ്സിൽ ഒട്ടും തന്നെ യാത്ര ചെയ്യാറില്ല കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ഓട്ടോ അല്ലെ ബൈക്ക്. ഒട്ടും യാത്ര ചെയ്യാത്തതുകൊണ്ട് ഞാൻ തീരെ ടയേർഡായി. എനിക്കിനി ഒരടി മുന്നോട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞ് ഓട്ടോ വിളിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട്
പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. നേരെ അമ്പാടിക്കും ഉഴുന്നുവട വാങ്ങിച്ചു കൊടുത്തു. അവനതാട്ടോ ഇഷ്ടം, ബാക്കി ഒന്നും ഇഷ്ടമില്ല. പിന്നെ ഉഴുന്നുവട തീരെ നൈസായതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഓട്ടോ പിടിച്ച് ഞങ്ങൾ പിന്നെ പോരുവാണ് കേട്ടോ. അപ്പം ഇവക്ക് അവിടെ അടുത്ത് തലയിലപ്പുറമിൽ നിന്ന് കുറച്ചങ്ങ് മാറിക്കഴിഞ്ഞ് ഇവക്ക് അവിടെ ഇറങ്ങാം. ഞാൻ പിന്നെ എനിക്ക് ദൂരെ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അവളെൻ്റെ അടുത്ത് പറഞ്ഞു എങ്കിൽ നിന്നെ ഞാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ വീട്ടിൽ കൊണ്ടാക്കും കേട്ടോ. കാരണം ഇപ്പം തന്നെ ഞാൻ ആകെ ടയേർഡാണ്, തളർന്നു പോകട്ടോ കൈയും കാലൊക്കെ. അപ്പോൾ അമ്പാടി ഓട്ടോയിൽ നിൽപ്പുണ്ട്. കുഞ്ഞു വാവേനെ അവളുടെ അടുത്തേക്കുവാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വാവേനെ. അങ്ങനെ പിന്നെ അവൾ കുഞ്ഞുവാവേനെ എടുത്ത് അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനി എന്നാണ് അവളുടെ അടുത്ത് പോണേന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മൂളി കേട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. കാരണം എനിക്ക് മിണ്ടാനുള്ള ശക്തിയൊന്നും ഇല്ല, കാരണം അതുപോലെ ഞാൻ ടയേർഡായി. എന്നിട്ട് പിന്നെ അവളെന്നെ കൊണ്ടാക്കാം, അല്ലെങ്കിൽ ഞാൻ തന്നെ പോകണ്ടേന്ന് ഓർത്തിട്ട് അവൾ പറഞ്ഞു വീട് വരെ വരാം. അപ്പം എൻ്റെ അടുത്ത് ഓട്ടോ ചേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടം വരെ പിന്നെ ഇത് എവിടെയായിട്ടാണ് സ്ഥലം, അല്ലെ അവിടം വരെ എത്ര രൂപയാണ് സാധാരണ ഓട്ടോക്കാർ വാങ്ങണേന്നൊക്കെ ചോദിച്ചിട്ടോ. അപ്പോൾ എനിക്കറിയില്ല, അതുകൊണ്ട് അങ്ങനെ പറയാൻ അറിയത്തില്ല കേട്ടോ. അപ്പം ഇവൾ പറഞ്ഞെങ്കിൽ അവളും കൂടെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പോകാം കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് പോകുന്നത് 4 കിലോമീറ്റർ, എത്രയാണ് 4-5 അങ്ങോട്ട് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലോട്ട് ഓട്ടോയിൽ കേട്ടോ. അവളുടെ വീട്ടിലോട്ട് അത്ര ഒന്നും വേണ്ട, 1 കിലോമീറ്റർ അങ്ങോട്ടേ ഉള്ളൂ സ്റ്റാൻഡിൽ നിന്ന്. അപ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു എനിക്കറിയില്ല, കാരണം ഞാൻ ഇവിടെ അങ്ങനെ അധികം വന്നിട്ടില്ലാത്തതുകൊണ്ട് അറിയത്തില്ലെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ വീടെത്തി കേട്ടോ. ഇത് നമ്മുടെ ഇടവഴിയാണ്, നമ്മുടെ മിക്ക വീഡിയോസിലൊക്കെ ഉണ്ട് ഈ ഇടവഴി. അപ്പോൾ അവളും എന്നെ കൊണ്ടാക്കാൻ വന്നു കേട്ടോ. അമ്പാടി നേരെ ഓടി പോകുന്നുണ്ട് ഫ്രണ്ടിൽ കൂടെ. അപ്പോൾ അവളും എൻ്റെ കുഞ്ഞുവാവേനെ എടുത്ത് നേരെ വീട്ടിൽ വരുവാണ്. വീട്ടിൽ ആരും ഇല്ല, അമ്മയുണ്ട്. അമ്മ ഞങ്ങൾ വന്ന സമയത്ത് കുളിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് വീട്ടിലിട്ട് വന്ന് കേട്ടോ. അങ്ങനെ റൂമിലൊക്കെ കയറി. അങ്ങനെ പിന്നെ അവൾ കുറച്ച് നേരമൊക്കെ നിന്ന് കേട്ടോ. ആകെ അലമ്പായിട്ട് കിടക്കുമായിരുന്നു മുറിയെല്ലാം. ഇവിടെ ഒരുത്തം വന്നിരുന്നിട്ട് മണ്ണും പൊടിയെല്ലാം ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോയി. ഇപ്പോൾ ഒരുപാട് സന്തോഷമായിട്ട് അവൾ ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ വീട്ടിൽ വരുന്നത്. അപ്പോൾ അമ്മ കുളിക്കാൻ കയറിയേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറയുമായിരുന്നു അവൾ പോകുവാണ്, ഇപ്പോഴൊന്നും അമ്മ ഇറങ്ങത്തില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് പിന്നെ അവളങ്ങനെ ഇനി അങ്ങോട്ടേക്ക് വരണം, അവൾ ഇടയ്ക്ക് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് വാവയ്ക്കൊക്കെ ഉമ്മയെ കൊടുത്ത് അങ്ങനെ അവൾ പോയി കേട്ടോ. അപ്പോൾ ഇന്ന് ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു കുട്ടി വ്ളോഗായിരുന്നു കേട്ടോ. അമ്പാടിയും പുറകെ ഓടിപ്പോയിട്ട് ഞാൻ പിന്നെ വിളിച്ചു അവനെ. അതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.